അപ്പോൾ ഇതെൻ്റെ ഒരു സെക്കൻഡ് മെമ്മറി വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത്തിരി സ്പെഷ്യലാണ് ബിക്കോസ് നമുക്ക് എല്ലാവർക്കും ചെറുപ്പം തൊട്ടേ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടാവും. അത് പക്ഷേ ബെസ്റ്റ് ഫ്രണ്ട്സ് എപ്പോഴും റിലേറ്റീവ്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ കസിൻസിൻ്റെ അടുത്തായിരിക്കും നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് കുഞ്ഞിലേ തൊട്ടുള്ളൊരു ബെസ്റ്റ് ഫ്രണ്ട് വരിക. അങ്ങനെ എനിക്ക് 2 ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. എൻ്റെ കസിൻ സിസ്റ്റേഴ്സ് 2 പേരുണ്ട്. ചെറുപ്പം തൊട്ടേ കൂടി ഉണ്ടായിരുന്ന 2 പേര്. അപ്പം നമ്മളെപ്പോഴും കുഞ്ഞിലേ ആഗ്രഹിക്കുമല്ലോ, നമുക്ക് വലുതാവുമ്പോൾ നമുക്ക് അവിടെ പോകണം, ഇവിടെ പോകണം, ഇവിടെ പോകണം എന്നൊക്കെ. പക്ഷെ നമ്മളത് പറഞ്ഞു, അത് കഴിഞ്ഞു, ഇത്ര വലുതായി, ഇപ്പം നല്ല ലൈക്ക് നമ്മൾ ഇത്രയും ഏജ്ഡായി, കല്യാണം കഴിഞ്ഞു, അവരവരുടെ ലൈഫായി, അങ്ങനെയും പോകും. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഒരു സിസ്റ്റർ കണ്ടമ്മ വിളിച്ചിട്ട് മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞു, നമുക്കൊന്ന് ട്രിപ്പ് പോയാലോ. ഞാൻ വിചാരിച്ചു ചുമ്മാ പറയുന്നതാണ്, എപ്പോഴെങ്കിലും പോവാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ പറയുന്നതാണ് ഞാൻ ഓർത്ത്. പിന്നെ അവൾ സീരിയസ് ആയിട്ട് 2 days കഴിഞ്ഞപ്പോൾ എടി പോകണ്ടേ, എവിടെ പോകണ്ടേന്ന് പ്ലാൻ ചെയ്യാം എന്നൊക്കെ. ഐ വാസ് ലൈക്ക് ആർ യു സീരിയസ്? നീ എന്തായാലും നോക്ക്, ഡെസ്റ്റിനേഷൻ നോക്കുക, ഐറ്റിനറി പ്രിപ്പയർ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ നോക്കാം. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ആൾ ചുമ്മാ പറയുന്നതായിരിക്കും പിന്നെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ ഞാനിരുന്നു. പെട്ടെന്നൊരു ദിവസം ആളുടെ മെസ്സേജ് വരാം, ഞാൻ ആൾ ദുബായിൽ ആക്ച്വലി സെറ്റിൽ അയക്കുന്നത്. ഇന്ന് ഞാൻ നാട്ടിലേക്ക് വരികയാണ്, നമുക്ക് മറ്റന്നാൾ ട്രിപ്പ് പോകണം, എവിടെ പോകേണ്ടത് തീരുമാനിക്ക്, ടിക്കറ്റ് ബുക്ക് ചെയ്യാം, തായ്ലൻഡ് പോയാലോ എന്നൊരു സജഷൻ, നമുക്കൊക്കെ പോകാമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്യും. ശരി, നമുക്ക് ഭയങ്കര ബഡ്ജറ്റൊന്നുമില്ല, എന്നാലും നമുക്കൊരു പെട്ടെന്നൊരു വെക്കേഷൻ, ഒരു 4 days വെക്കേഷൻ, അത്രയേ ഉള്ളൂ. ഒന്ന് ജസ്റ്റ് ഒന്ന് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആവുക, ഒന്ന് ചില്ല് ചെയ്യുക. ഒരു പുതിയ എക്സ്പീരിയൻസ് ആണല്ലോ കസിൻ സിസ്റ്ററായിട്ട് പോകുന്നത്, 2 പേരും മാത്രം. ഫസ്റ്റ് ഗേൾസ് ട്രിപ്പ് എന്നൊക്കെ പറയുന്നത് ചെയ്യാൻ പോകുന്നു. എന്ത് തിരക്കായിരുന്നു. അങ്ങനെ നമ്മൾ ബോർഡ് ചെയ്യാൻ പോകുന്നു. അതെ, ഹൗ ഡു യു ഫീൽ? സോ എക്സൈറ്റഡ്. നമ്മൾ 2 പേരുടെ ഫസ്റ്റ് ഇന്റർനാഷണൽ അല്ല, ആദ്യമായിട്ടൊരു ട്രിപ്പ് തന്നെ. അതെ, ഒരുമിച്ചുള്ള. അങ്ങനെ ഞങ്ങളെത്തി ഡോൺമിയോങ് എയർപോർട്ടിലെത്തിയിരിക്കുന്നു. ഇതൊരു ചെറിയ ക്യൂ, എല്ലാം ക്യൂ ആണ്. രാവിലെ സൂര്യൻ ഉദിക്കാൻ അങ്ങനെ ഞങ്ങൾ ബോട്ട് എടുത്തു. നല്ല റേറ്റിൽ കിട്ടി, പെട്ടെന്ന് തന്നെ കയറി. 6:30 ആകുമ്പോഴേക്കും എത്തും. നേരം വെളുത്ത് ഞങ്ങളിപ്പം ഇവിടെ ടോളുണ്ടായിരുന്നു, ടോള് കൊടുത്തിട്ട് പുള്ളി 2 minutes എന്ന് പറഞ്ഞു പോയി. എന്തിനാണെന്നറിയാൻ പാടില്ല. അതെ, ഇന്നത്തെ പ്ലാനൊന്നും ഞങ്ങൾ ഐറ്റിനറി പ്രിപ്പയർ ചെയ്തിട്ടില്ല. എന്തായാലും ഹോട്ടലിൽ പോയി പോസ്റ്റ് എടുക്കുകയാണല്ലോ. 2 മണിക്ക് ചെക്കിൻ. പക്ഷേ ഞങ്ങൾ മറ്റേ ഏർലി ചെക്കിൻ റിക്വസ്റ്റ് ചെയ്യും, കിട്ടുമോ നോക്കാം. നല്ല വിഷമം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് തപ്പി ഇറങ്ങിയതാണ്. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. കണ്ടു, എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയില്ല. നല്ല വിശപ്പുണ്ടായിരുന്നു, രക്ഷയില്ലാത്ത വിശപ്പായതുകൊണ്ട് ഈ വഴിയല്ലോ വിശപ്പുള്ളതുകൊണ്ട് ഞങ്ങൾ ബർഗർ കഴിച്ചു.
ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചു. ഞങ്ങൾ അങ്ങനെ റെഡിയായി, ഉറങ്ങി എണീറ്റ്. ഇപ്പം എത്ര മണിയായി? ഇവിടുത്തെ ഒരു 3 മണിയായി. ബാ, അപ്പം ഞങ്ങൾ ഇനി അങ്ങനെ എന്തൊരു മാർക്കറ്റിലേക്ക് പോവാണ്. അത് വീക്കെൻഡ് മാർക്കറ്റാണ്. അവിടെ കുറേ ഷോപ്സ് ഒക്കെ ഉണ്ട്. രാത്രി ഒരു 7-8 മണി വരെ ഉള്ളൂ. അപ്പം കറങ്ങിയിട്ട് ഷോപ്പിംഗ് ആയോ? 3 മണി. അപ്പം ശരി. ഞങ്ങളിവിടെ മെട്രോ സ്റ്റേഷനിൽ എത്തി. പക്ഷേ സത്യം പറഞ്ഞാൽ നമുക്കൊരു ഐഡിയ ഇല്ല എങ്ങോട്ടാണെന്നുള്ളത്. ഏതാണെന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് പോവാം. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഓരോന്ന് പഠിക്കുന്നത്. എല്ലാം അറിഞ്ഞിട്ട് എവിടെയെങ്കിലും പോവാൻ നിന്നാൽ ഒന്നും നടക്കില്ല. നമ്മളിങ്ങനെ ചോദിച്ച് പോകണം. മെട്രോ ടിക്കറ്റ്. നാട്ടില് കിട്ടുന്ന ഓറഞ്ചും നാട്ടില് ഷുഗർ കലക്കി തരുന്ന ഓറഞ്ച്. ഇത് പ്യൂർ എക്സ്ട്രാക്റ്റഡ് ഓറഞ്ച് ആണ്. അയ്യോ, പറയാതിരിക്കാൻ വയ്യ. ഭയങ്കര ഹാപ്പിയായി. എന്താ നമ്മള് പെൺകുട്ടികൾക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലം. നല്ല റേറ്റ്സിൽ കിട്ടുന്ന, നല്ല റേറ്റ്സാണ്, കുഴപ്പമില്ല. നല്ല റേറ്റ്സ്, പക്ഷെ ഭയങ്കര ഭംഗി. നമ്മുടെ നാട്ടിൽ കിട്ടുമോ ഇത്ര രുചിയുള്ള ഫ്രൂട്ട്സ്? എന്താ ടേസ്റ്റ്? ഓറഞ്ചിന് ഓറഞ്ച്, വാട്ടർമെലന് വാട്ടർമെലൻ. ഡ്രാഗൺ ഫ്രൂട്ട് നമ്മുടെ നാട്ടില് ഒരു വികാരമില്ലാത്ത ഡ്രാഗൺ ഫ്രൂട്ട്. ഇത് വികാരമുള്ള, മധുരമുള്ള, ടേസ്റ്റി ആയ ഡ്രാഗൺ ഫ്രൂട്ട്. എന്ത് ടേസ്റ്റാണ്! ഇപ്പോൾ സമയം 8:45, 8:45. 9 ആകുമ്പോൾ ഞങ്ങളൊരു ഫുഡ് മസാജിന് പോകാമെന്ന് പ്ലാൻ ചെയ്ത്. ഇത്രയും നേരം ഞങ്ങൾ മാർക്കറ്റിൽ ഫുൾ തിരിഞ്ഞ് നടന്ന് ഷോപ്പിംഗ് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പറയാൻ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങളിപ്പോൾ ഈ ഫോട്ടോ കണ്ടാൽ മനസ്സിലാവും എത്ര ഹാപ്പിയാണെന്ന്. കുറച്ച് എക്സ്പ്ലോർ ചെയ്ത്, അതെ, പുതിയ അനുഭവങ്ങളായിരുന്നു. പുതിയ ഇവിടുത്തെ സിസ്റ്റം, ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, അതൊക്കെ സുഖമുണ്ടോ?
മസാജൊക്കെ ചെയ്തിട്ട് എങ്ങനെയുണ്ട്? അത്ര സുഖമില്ല. എനിക്ക് അടിപൊളിയായിരുന്നു. എൻ്റെ ചേട്ടൻ സൂപ്പറായിരുന്നു. കണ്ണൂരിൻ്റെ എക്സ്പീരിയൻസ് ഇത്ര നല്ലായിരുന്നില്ല. പുള്ളി എക്സ്പീരിയൻസ്ഡ് അല്ല. സാറില്ല, നമുക്ക് അഡ്രസ് പഠിക്കാം. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഗുഡ് മോർണിംഗ്. സെക്കൻഡ് ഡേ അറ്റ് ബാങ്കോക്ക്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുണ്ടാണ്. സിറ്റി പോവാണ്. ടെമ്പിൾസും പാലസും അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ കാണാമെന്ന് പറഞ്ഞ് രാവിലെ തന്നെ ഇറങ്ങണം എന്ന് വിചാരിച്ചു. ഇപ്പൊ ഉച്ചയായി. ഫുഡ് അവിടെ ഉണ്ടോ? ഇല്ല. പക്ഷെ ഭയങ്കര ഭംഗിയുണ്ട് കാണാനായിട്ട്. അടിപൊളിയാ, ഒന്നും പറയാനില്ല. ഇത് കുറേ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ടെമ്പിൾസ് ആണ് ബേസിക്കലി ബുദ്ധയുടെ. അപ്പോൾ മെയിനായിട്ടുള്ള സ്ഥലങ്ങളിലാണ് ട്രക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്. ട്രാവലിംഗ് അങ്ങനെ കൊണ്ടുപോകുന്നത്. പിന്നെ രണ്ടാമത്തെ സ്ഥലത്തേക്ക് വന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇവിടെ കുറേ കാര്യങ്ങളുണ്ട് കാണാനായിട്ട്. പരിപാടി കഴിഞ്ഞു. ഞങ്ങൾ ഏൻഷ്യൻ സിറ്റിയിൽ കണ്ട് തിരിച്ച് മെട്രോ എടുത്തിട്ട് തിരിച്ച് ഹോട്ടലിലേക്ക് പോകും. ലാസ്റ്റ് 2 days ഞങ്ങളുടെ മെയിൻ ഫോക്കസ് ഷോപ്പിംഗ് ആയിരുന്നു. സോ അധികം ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഫുൾ ഷോപ്പിംഗ് ബിസി ആയിരുന്നു ഞങ്ങൾ. പിന്നെ അന്ന് ഈവനിങ് ഒരു ചോക്ലേറ്റ് വെൽ പറഞ്ഞ കഫേ പോയി. നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമായിരുന്നു.
ഡേയ്സ് പെട്ടെന്ന് പോയി വിത്ത് ലോട്ട് ഓഫ് മെമ്മറീസ്. നല്ലോണം എൻജോയ് ചെയ്തു ഞങ്ങൾ. ഷോർട്ട് പീരീഡ് ആയിരുന്നെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആണെങ്കിലും അടിപൊളിയായിരുന്നു എക്സ്പീരിയൻസ്. ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഹോട്ടലിൽ തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ റൂമിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല ബ്യൂട്ടിഫുൾ റൂമായിരുന്നു നമ്മുടെ. ഇത് ചെറിയൊരു റൂം ടൂറാണ്. സോ ഇതൊന്നും ഓർത്തിരിക്കാനായിട്ട് ഭയങ്കര അടിപൊളി റൂമായിരുന്നു. നല്ല വ്യൂ. അതാണ് ഇതിൻ്റെ മെയിൻ പാർട്ട്. 64th ഫ്ലോറിലായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തത്. ആൻഡ് ട്വിൻ ബെഡ്, ലോട്ട് ഓഫ് മെമ്മറീസ്. രാത്രി ഫുൾ സ്റ്റോറീസ് പറഞ്ഞിരിക്കുക. ഉറങ്ങണതാകെ 2-3 hours. അങ്ങനെ കണ്ണൂരിൻ്റെ ഭാഗം ഒരു കുട്ടി നോട്ടൊക്കെ എഴുതിയിട്ടാണ് അവിടെ നിന്ന് പോയത്.